ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീടിനടുത്തുള്ള അണിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞങ്ങളതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ആ അമ്പലവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പോയ ദിവസം അന്ന് കഥകളിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കഥകളീൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചെറിയൊരു സ്ക്രീനിൽ അവർ ആ ഒരു അർത്ഥങ്ങളും അതിൻ്റെ പദങ്ങളുടെ അർത്ഥങ്ങളും എന്താണ് രംഗത്തിൽ സംഭവിക്കുന്നതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ കഥകളിയിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാത്തവർക്ക് പോലും അത് വായിച്ചാൽ മനസ്സിലാകാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. അത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു കാര്യം എല്ലായിടത്തും ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അപ്പൂസ് ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയുള്ളൊരു ഗരുഡൻ്റെ രൂപമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ മിയമോളും ഇവിടെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് കണ്ടോ. ഞങ്ങളുടെ അമ്പലമാണ് ഈ കാണുന്നത്. അതിൻ്റെ മുൻവശമാണ് കേട്ടോ, അമ്പലത്തിൻ്റെ മുൻവശമാണ് ഇത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നെടുങ്ങാട് വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു, ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഗോപുരം വരുന്ന ഭാഗമൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിലേ തുടങ്ങി കളിച്ചു വളർന്ന ഒരു ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഇടവനക്കാട് ഈ അണിയിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്നത് പണ്ട് കാലത്തൊരു നമ്പൂതിരി ഇല്ലമായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കഥകളിക്ക് സമയമായിട്ടും കൃഷ്ണവേഷം ആടേണ്ട നടൻ അവിടെ എത്തിച്ചേരാതിരിക്കുകയും അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ കൃഷ്ണവേഷം ആടിക്കോളാം എന്നയാൾ പറയുകയും അങ്ങനെ കഥകളി നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അണിയറയിലേക്ക് പോയ ആ ആളെ ആർക്കും കാണാൻ സാധിച്ചില്ല. അയാളെ അന്വേഷിച്ചിട്ട് എങ്ങും കണ്ടതുമില്ല. പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് അത് കാണുകയായിരുന്നു. ആ പ്രശ്നത്തിൽ ശ്രീകൃഷ്ണൻ അണിയറയിൽ മറഞ്ഞ സ്ഥലത്ത് ഈ കൊച്ചി രാജാവ് ഒരു ക്ഷേത്രം പണിയുകയും അവിടെ കൃഷ്ണനെ തന്നെ പ്രതിഷ്ഠയാക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ അണിയിൽ ക്ഷേത്രം ഉണ്ടായിട്ടുള്ളതെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അണിയറ കണ്ണൻ എന്നുള്ള പേരിൽ നിന്നാണ് അണിയിൽ ക്ഷേത്രം എന്ന പേരിലേക്ക് വന്നതാണ്. പിന്നെ ഇവിടെ ശിവനും ഗണപതിയും അയ്യപ്പനും വനദുർഗയൊക്കെയാണ് ഉപദേവതകളായിട്ടുള്ളത്. ശിവൻ ചതുർബാഹുവായിട്ടും അയ്യപ്പൻ പത്മാസനത്തിലുമാണ് ഇവിടെയുള്ളത്. കുട്ടികളൊക്കെ ഉണ്ടാവാനായിട്ട് തൊട്ടിൽ കെട്ടിയുള്ള വഴിപാടാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. പണ്ട് തുടങ്ങി നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇത്. അണിയറയിൽ മറഞ്ഞ കണ്ണനായതുകൊണ്ടാണ് അവിടെ അണിയിൽ ക്ഷേത്രം എന്ന് പേര് വന്നതെന്നും ഒക്കെയുള്ളത്. അപ്പോൾ ഈ കഥകളി എന്ന് പറയുന്നത് കജദേവയാനി ചരിതമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് സ്ക്രീനിൽ ഇതിൻ്റെ ആ ഒരു അർത്ഥം കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഉത്സവ ദിവസം ഇത് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഇതാണ്. എനിക്ക് ആനയുടെ മുന്നിലേക്ക് പോകാനായിട്ട് പേടിയായതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. നേരമ്പലം രാജശേഖരൻ, പിന്നെ അരുണിമ പാർത്ഥ സാരഥി, പിന്നെ ഉണ്ടായത് ഉണ്ണിപ്പള്ളി ഗണേശൻ, ഇങ്ങനെ 3 ആനകളാണ് ഉണ്ടായത്. ഡെയിലി ഉള്ള ഇതിന് വേണ്ടിയിട്ടുണ്ടായ ആന നന്ദിലത്ത് കുഞ്ഞാനയായിരുന്നു കേട്ടോ, ഗോപികണ്ണനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ ഉത്സവം നടന്നു. അപ്പോൾ ഇതേ നമുക്കതിൻ്റെ സീൻസ് കാണാം. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയൂട്ട്. ഈ നായരമ്പലം രാജശേഖരൻ ആനയുടെ ഒരു കൊമ്പ് പോയായിരുന്നു കേട്ടോ. അവനിപ്പോൾ ഒറ്റക്കൊമ്പനാണ് ആന. അതിൻ്റെ കൊമ്പ് അത് വടം തട്ടി വീണപ്പോഴേ, മദപ്പാടിലെന്തോ വടം തട്ടി വീണപ്പോൾ മുറിഞ്ഞു പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ഒരു ഫൈബർ കൊമ്പാണ് അതിന് ഫിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരതിനെ പരിപാലിക്കുന്നുണ്ട് കേട്ടോ, നായരമ്പലം ആനേനെ. പിന്നെ നമ്മുടെ ഉണ്ണിപ്പള്ളി ഗണേശൻ എന്തായാലും പാപ്പന്മാർ പറഞ്ഞാൽ അപ്പോൾ ഒച്ചയെടുക്കും, അങ്ങനെ ഒരു ആനയാണത്. അരുണിമ പാർത്ഥസാരഥി ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ആന നിൽക്കുകയാണ്, അവർ നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് ഈ വൈകുന്നേരത്തെ ചെണ്ടമേളമാണ്. ആനകളൊക്കെ നടപ്പുര പന്തലിലാണ്. ആനകൾ പന്തലിന് പുറത്തുമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ നമ്മുടെ ഉത്സവം നടന്നു. ആറാട്ടിനായിരുന്നു പഞ്ചവാദ്യം ഉണ്ടായിരുന്നത്. ഉത്സവത്തിന് അന്ന് പഞ്ചവാദ്യം ഉണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അയാളാണ് ഈ കാണുന്ന ടിങ്കു. ഇത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ പട്ടിയാണ് ടിങ്കു. ടിങ്കു ഇല്ലേ എന്താ പറയുന്നതെന്ന് അറിയോ? അപ്പോൾ നീ ലൈക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ടിങ്കു കരയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഷോർട്ടാക്കി ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് പറയുക ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.